ഒരാള് സുജൂദിൽ ഇങ്ങനെ ഒരുപാട് നേരം കടന്നാൽ ഉറങ്ങലല്ല അങ്ങനെ ആ ശുക്റിൽ അങ്ങനെ കടന്നാൽ സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ഒരു അമലാണ് തഹജ്ജുദിന്റെ സുജൂദ് എന്നുള്ളത്. ജീവിതത്തിന്റെ ഭാഗമാക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ തഹജ്ജുദ് ജീവിതത്തിന്റെ ഭാഗമാക്കണേ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാ എനിക്കെന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരിയെ കാണിച്ചു താ അല്ലാ. എനിക്കെന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരിയെ കാണിച്ചു താ അല്ലാ. ആരാണ്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. രാജാവായി വലസിരുന്ന ആളാണ്. പട്ടുമത്തയിൽ കടന്ന ആളാണ്. രാജാവാണ് അദ്ദേഹം ഒരിക്കല് തന്റെ പരവതാനിയിലേക്ക് വരുമ്പോ, താൻ മയങ്ങുന്ന ആ ഒരു കട്ടിലിലേക്ക് വരുമ്പോ ശീതീകരിച്ച ആ പായയില്, ആ വിരിപ്പില് തന്റെ ജോലിക്കാരി കിടക്കുന്നത് കാണുകയാണ്. അവിടേക്കൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നല്ലൊരു വിരിപ്പ് കണ്ടപ്പോ ആ ജോലിക്കാരി, വേലക്കാരി, അടിമ അവിടെ കടക്കുകയാണ്. കടന്നപ്പോ ഉറങ്ങിപ്പോവുകയാ. ഇബ്രാഹിം ഇബ്നു അദ്ഹം വരുന്ന സമയമുണ്ടല്ലോ, കാണുന്നത് തന്റെ പരവതാനയില്, തന്റെ കട്ടിലില് ജോലിക്കാരി കടക്കുകയാണ്. കടക്കുന്ന സമയം ദേഷ്യം പിടിക്കുകയാണ്. ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് വരുന്ന രാജാവ് അവിടുന്ന് ആ സഹോദരിയെ, ആ അടിമയെ തല്ലുകയാണ്, മുഖത്തെ കടിക്കുകയാണ്. അടിക്കുന്ന സമയം ആ അടിമയുണ്ടല്ലോ, അവിടുന്ന് ഒരു കാര്യം പറയാണ്, ഞാൻ അറിയാതെ നിങ്ങളുടെ കട്ടിലിൽ കടന്നപ്പോ, ഉറങ്ങിയപ്പോ ആ ഒരു സുഖത്തിന്റെ ഉള്ളില് ഞാൻ എന്തായി ഉറങ്ങിപ്പോയി. ആ മാന്യതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഒരു നിമിഷം നിങ്ങൾ എന്നെ ക്രൂശിച്ചപ്പോ, എന്നെ ശിക്ഷിച്ചപ്പോ ഞാൻ ആലോചിക്കുന്നത്, ജീവിതകാലം മുഴുവനും സുഖിച്ച് രമിച്ച് രസിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ എത്രത്തോളം ശിക്ഷ വാങ്ങേണ്ടവരാണ് എന്നാണ്. ഇത് കേട്ടപ്പോ ചിന്ത വരികയാണ്, നാട് വിടുകയാണ്. തന്റെ രാജാധികാരം അവസാനിപ്പിച്ച് അള്ളാഹുലേക്ക് നടന്നെടുത്ത മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. മഹാനവകൾ അവിടുന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുകയാ, അല്ലാ എനിക്കെന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരെ കാണിച്ചു താ അല്ലാ. അപ്പോഴാണ് സ്വപ്നത്തിലെ ഒരു സ്ത്രീയെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീ എവിടെയാണ്? ഒരു മലമുകളില് ഒരു കറുത്ത വിരൂപിയായ ഒരു സ്ത്രീയാണ്. ഏതോലും മലയുടെ മുകളില് ആടിനെ മേക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീയെ, ഉറക്കത്തില് കണ്ട സ്ത്രീയെ എന്താകുകയാണ്? തേടി പോവുകയാണ് മലമുകളിലേക്ക്. അങ്ങനെ കുറെ നടന്നതിന് ശേഷം അതാ ആ സ്ത്രീയെ കാണുകയാണ്. പേര് ചോദിക്കുകയാണ്, സുലാമയാണോ? സുലാമ എന്നാണ് ആ പെണ്ണിന്റെ പേര്. സുലാമയാണോ? അതെ, സുലാമയാണ്. അപ്പോ ആ പെണ്ണ് തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം അല്ലേ? അതെ, സ്വപ്നത്തില് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, സ്വപ്നത്തില് നിങ്ങളാണ് എന്റെ കൂട്ടുകാരൻ. അപ്പൊ പറയുകയാണ്, അല്ലാഹ് എനിക്കും കാണിച്ചു തന്നിട്ടുണ്ട്, സുലാമയാണ്.
നീയാണ് എന്റെ സ്വർഗത്തിലുള്ള കൂട്ടുകാരെ. അപ്പോ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറയുകയാണ്, എനിക്കൊരു ഉപദേശം തന്നാലും, എനിക്കൊരു ഉപദേശം തന്നാലും, എനിക്കൊരു ഉപദേശം തന്നാലും. ഉപദേശം കൊടുക്കുമ്പോ ആ സ്ത്രീ പറയുകയാണ്, രാത്രി എല്ലാവരും മതിമറന്ന് കടന്നുറങ്ങുമ്പോ 2 റക്അത്ത് അല്ലാഹുവിന്